എന്തുവാ പോവാന്നോ? അത് കൊള്ളാമല്ലോ. പെട്ടെന്ന് എവിടുന്നുണ്ടായി ഈ കോച്ചിങ് ക്യാമ്പ്? പെട്ടെന്നുണ്ടായതല്ല പപ്പ, നേരത്തെ സെലക്ഷൻ കിട്ടിയിരുന്ന. നീണ്ടുപോയി ഇപ്പൊ ആയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആകെ 3 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ശരിയായിരിക്കും, എന്നാൽ ഇപ്പൊ നീ പോണ പ്രശ്നമില്ല. ഇതിപ്പോ എന്റെ കോഴ്സ് കഴിഞ്ഞല്ലേ, ഇത് ലാസ്റ്റ് ചാൻസാ, എനിക്ക് പോണം. എന്നാൽ ഇവളുടെ കല്യാണല്ലേ അബി? നാളെ മനസ്സോദ്യം, പിന്നെ ആകെ 10 ദിവസം പോലും ഇല്ല. അതിനിടയ്ക്ക് അവൻ പോവാന്ന് പറഞ്ഞ അതിപ്പോ രണ്ടും ഒരുമിച്ചായതിന് ഞാനെന്ത് ചെയ്യാനാ? രണ്ടും ഒരുമിച്ചായെങ്കിൽ ക്യാമ്പിന് പോണ്ടാൻ തീരുമാനിച്ച പോരെ? ഇനി ഇപ്പൊ പോകാതിരുന്നാ ശരിയാവില്ല. ഈ സമയത്ത് നീ പോവാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ അത്? താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കായിരുന്നു ഞാൻ. കത്തുകൾ ഇനിയും കുറെ പോസ്റ്റ് ചെയ്യാനുണ്ട്. വിളിക്കേണ്ടവർ ബാക്കി. ഒക്കത്തിനും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ. അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവനില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെന്താ കരുതുക? ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ. നീ എന്താ ഇങ്ങനെ റഫായി സംസാരിക്കുന്നേ? പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട. ഇനിയിപ്പോ നിങ്ങളൊക്കെ എതിർത്താലും എനിക്ക് പോകാണ്ട് പറ്റില്ല. ഇവളെന്താ കുന്തം മെഴുകുന്ന പോലെ നിൽക്കുന്നേ? ഇവള് പറയട്ടെ. കുഞ്ഞുനാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടയോന്ന് ഇവള് തന്നെ പറയട്ടെ. പോയിക്കോട്ടെ സണിച്ചായ, അവന് പോണെന്നാണെങ്കിൽ പോയിക്കോട്ടെ. ഇതിപ്പോ പണ്ടാരായിട്ട് പറഞ്ഞ പോലെ ആയല്ലോ. ഇവക്കും ഇത് എന്ത് പറ്റി? ഞാൻ പോണം സോന, പോകുന്നതാ ഇപ്പൊ നല്ലത്. എവിടെയാ ഈ ഇല്ലാത്ത കോച്ചിങ് ക്യാമ്പ്? അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത്. നിന്റെ കല്യാണം കഴിഞ്ഞു നീ പോകുന്നവരെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറിയിരിക്കണം. മാറി നിന്നേ പറ്റൂ. അതെവിടെയായാലും തോന്നുമ്പോ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത്. ഫൈനൽ ബികോമിനുണ്ടായിരുന്ന അനൂപ് ഇപ്പോ ദാവങ്കരിയില, ഏട്ടൻ്റെ അടുത്ത്. അഡ്രസ് ഉണ്ട് കയ്യില്. ഒളിച്ചോട്ടം അല്ലേ? ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനയും എനിക്ക് പഴയ എബി ആകാൻ കഴിയാതെ വന്നേക്കും. അത് വേണ്ട. കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചു തള്ളിയില്ലേ? ഇനിയും നമുക്കതിന് കഴിയും. നിന്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ വളർന്നിട്ടും നമുക്കെല്ലാ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടല്ലേ? അതെന്നും അങ്ങനെ തന്നെ മതി. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നമ്മളല്ലാതെ മാറൂല്ലേ? അതിന് നീ പോണോ? നീ പോണോടാ? നിന്നെ ഞാൻ യാത്രയാക്കുന്നില്ല എനിക്കിഷ്ടം. നീ എന്നെ യാത്രയാക്കുന്ന. അതിനെ നീ സമ്മതിക്കണം സോന. നാളെ പള്ളിയിലെ മനസ്സോദ്യം കഴിഞ്ഞ പിന്നെ ഞാൻ പോകും. അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്ര അയച്ച പോലെ നാളെ നീയും എന്നെ യാത്രയാക്കണം. വേണ്ട, ഒന്നും പറയരുത്. കുട്ടിക്കാലം മുതൽ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക് ഈ ജന്മം മുഴുവൻ ഓർക്കാൻ. ഇനി നമുക്ക് അത് മതിയടാ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കല്ലേറ്റുങ്കൽ ജേക്കബ് പോൾ ബാബുവിന്റെ മകളായ സോന ജേക്കബ് പോളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് 40-ാം കുരിശിലെ മാത്യു അബ്രഹാം സ്റ്റീഫന്റെ പുത്രനായ പ്രകാശ് മാത്യു അബ്രഹാമിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ?
அப்படிதாங்க சொன்னாங்க. ഇനിയിപ്പോ എന്താ ചെയ്യുക? ട്രെയിൻ പോയി കാണുമല്ലോ. എന്തായാലും പോയി നോക്കാം, നീ വാ. மாரியாத்தா, எல்லாம் நல்லபடியா நடந்ததுன்னா உன்ற கோயிலுக்கு வந்து ஆடு வெட்டி பொங்க வைக்கிறேன் சாமியா. നീ പോയില്ലടാ. പോവാൻ തോന്നുന്നില്ല അല്ലേ? സാരയില്ല, അതങ്ങനെയാ. ഇനിയുണ്ട് സമയം. പല ട്രെയിനുകൾ ഇനിയും വരാനുമുണ്ട്. രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഒന്നുകൂടി വിസ്തരിച്ച് ആലോചിക്ക്. എന്നിട്ട് പോകണ്ടെന്നാണ് തീരുമാനമെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നേരെ. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ. പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു. ഞങ്ങൾ നാളെ വെളുപ്പിന് കുട്ടനാട്ടിലേക്ക് വിടുക. ആ അമ്മാമ്മ അല്പം ഇടംതിരിച്ചിലുകാരിയാണെങ്കിലും പ്രകാശന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കില്ല. നിങ്ങൾക്ക് പിരിയാൻ വിഷമമുണ്ടെങ്കിലേ അതിനേക്കാൾ വിഷമമുണ്ടടാ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം എന്ന് തന്നെയായിരുന്നു. നിങ്ങൾക്കത് തോന്നാൻ വൈകിയെന്നേ ഉള്ളൂ. മോളെ, പപ്പ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഫിറ്റല്ലല്ലോ ജോബേ, പിന്നെന്താ എനിക്ക് കരച്ചിൽ വരുന്നത്? ആ എന്നാ മക്കളെ, എപ്പോഴാന്ന് വെച്ചാ വാ.